ന്യൂ ക്രിയേറ്റ് ഡിസൈൻ. ഇവിടെ വീഡിയോൻ്റെ സൈസ് അല്ല, വീഡിയോ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോറി, വീഡിയോ ഏത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് വേണ്ടത്, ഒറിജിനലോ വേർട്ടിക്കലോ ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് വേർട്ടിക്കൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, സെലക്ട് ചെയ്യുന്നു. ഇനി വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഓൺ വീഡിയോ ഉണ്ടെങ്കിൽ അതെടുക്കാം. ലൈക്ക് ദിസ് വേ ഓൺ വീഡിയോ, അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓൺ വീഡിയോ ആണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈം ലൈന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ടൈം ലൈൻ വന്നില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ താഴെ കാണുന്ന ഈ സംഭവത്തിൽ തംബ്നെയിൽ വ്യൂ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈന് കാണിക്കും. ഓക്കെ, ഇനി കട്ട് ചെയ്യാനായിട്ട് എവിടെയാണോ ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ നമുക്ക് വേണ്ട, ഇവിടെ നമുക്ക് ഒഴിവാക്കണം. ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. എസ് ആണ് ഇതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 2 കഷ്ണമായിട്ട് ഡിവൈഡ് ആവും. അപ്പോൾ ഫസ്റ്റ് ഭാഗം നമുക്ക് ആവശ്യമില്ല, സോ ഡിലീറ്റ് കൊടുത്തു. ഇനി ഓഡിയോ ഉണ്ട്, ഞാൻ പ്ലേ ചെയ്യുന്നില്ല, ജസ്റ്റ് ആവശ്യമില്ല അത്രയും ഭാഗങ്ങൾ എടുക്കാം. ലൈക്ക് നമുക്ക് ചെറിയ പീസ് എടുക്കാം തൽക്കാലത്തേക്ക്. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് എസ് കൊടുത്ത് വീണ്ടും കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഇടയിലുള്ള ഭാഗം റിമൂവ് കൊടുക്കുന്നു, എസ് കൊടുത്ത് അതും ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം വേണ്ട വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടയിൽ വീഡിയോ പ്ലേസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ ട്രാൻസിഷൻ ആഡ് ചെയ്യാം. ജസ്റ്റ് ട്രാൻസിഷൻ ഏത് കൈൻഡ് ഓഫ് ട്രാൻസിഷൻ ആണ് വേണ്ടത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ യൂട്യൂബ് കണ്ടന്റുകൾ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, കണ്ടന്റ് വീഡിയോസ്? അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി കുറേ അധികം സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതിന് പകരം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട എഡിറ്റുകൾ, ഭയങ്കര ഭീകരമായിട്ടുള്ള എഡിറ്റിംഗ് അല്ല, അത്യാവശ്യം വേണ്ട എഡിറ്റുകൾ ചെയ്യാം. ഇനി പിക്ചർ ആൻഡ് പിക്ചറായിട്ട് നിങ്ങൾക്ക് പടങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ലൈക്ക് നമ്മുടെ എലമെൻസിൽ വരാം. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ക്യാൻവയുടെ ഒരു ലോഗോ ആഡ് ചെയ്യണമെന്ന് വെച്ചു. സോ ലോഗോ, ക്യാൻവ ലോഗോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ലോഗോ, അനിമേറ്റ് ചെയ്ത ലോഗോ അല്ലാത്ത ലോഗോ ഉണ്ട്, ഏതാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇതാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചോ. സോ ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇനി ഇത് എവിടെയാണോ വേണ്ടത് ആ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് പൊസിഷനിൽ എവിടെ വേണം, എത്ര ഇതിൽ വരണം, ലൈക്ക് ദിസ് വേ. അതിനും വേണമെങ്കിൽ ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പിക്ചർ ആൻഡ് പിക്ചറായിട്ട് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ലൈക്ക് വീഡിയോയിൽ വന്നു ഇതൊരു പിക്ചർ ആൻഡ് പിക്ചറായിട്ട് ഇവിടെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണോ വേണ്ടത് അവിടെ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് എവിടെ മുതൽ എവിടെ വരെ വേണം എന്നൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നേരെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണിച്ച പോലെ ഐസൊലേറ്റ് ലെയർ ആയിട്ടായിരിക്കും കാണിക്കുക, ലെയർ ആയിട്ട് കാണിക്കുന്നുണ്ടാവില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വെബിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മൊബൈലിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ മൈ എക്സ്പീരിയൻസ്, മേ ബി ഞാൻ വീഡിയോ ഇതിൽ ചെയ്ത് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം, കമ്പ്യൂട്ടറിൽ ചെയ്ത് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം. ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് വെക്കുക. ഈ സംഭവമാണ് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിക്ക് അത് അറേഞ്ച് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ സിംപ്ലി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ സബ് ടൈറ്റിലൊക്കെ ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പം സപ്പോസ് സെറ്റ് ചെയ്യുന്നു. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എവിടെയാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എവിടെയാണോ വേണ്ടത് അവിടെ ഈ കേഴ്സർ കൊണ്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എവിടെയാണെങ്കിൽ സെറ്റ് ചെയ്യുന്നു.
ഫോണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. കളറോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, ഇതിൻ്റെ താഴെ ഒരു എലമെന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് എലമെന്റിൽ വരിക, സ്ക്വയർ അല്ലെങ്കിൽ ഷേപ്പ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കൈൻഡ് ഓഫ് ഷേപ്പാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ഡിസൈൻ തന്നെയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻ്റയർ ഡിസൈൻ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു പേജ് ആയിട്ട് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്ത് വെച്ചൊരു ഡിസൈൻ എടുക്കാം, ലൈക്ക് ദിസ് വൺ. അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയിലോ എവിടെ സ്റ്റാർട്ടിങ് പോയിന്റിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിസൈന് അനിമേറ്റ് ചെയ്തിട്ട് തന്നെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ വേറെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വലിയ നിങ്ങൾ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് ഇതിലേക്കൊന്നും പോവാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ അപ്ലൈ ചെയ്യാം. ഇവിടെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യുന്നത് കാണാം. ഞാൻ ഇതിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും ചെയ്യുന്നു, ലൈക്ക് ഇപ്പോൾ ഇതിൽ സൗണ്ട് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ ഓപ്ഷൻ വരും. അയ്യോ, സൗണ്ട് അവിടെ പോയി. സോറി. സൗണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് സൗണ്ട് ട്രാക്ക് ആഡ് ചെയ്യാം, അപ്പോൾ കിട്ടിക്കോളും. എനിവേ, നമുക്കിനി അഡീഷണൽ ഈ ഇഫക്റ്റുകൾ SFX സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മുടെ എലമെൻറ്റ്സിലേക്ക് വരാം. മ്യൂസിക്, സംതിങ് ലൈക്ക് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓഡിയോയിൽ വരിക, ഏത് കൈൻഡ് ഓഫ് സോങ് ആണോ നിങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, യാ. ബട്ട് നമ്മൾ സൗണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഐ ഗോട്ട് മിസ് ദാറ്റ്. എനിഹൗ, നിങ്ങൾക്ക് SFX വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അനിമേഷൻ സൗണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ SFX സെലക്ട് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൗണ്ട് ഇഫക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ അതിനകത്തുള്ള സൗണ്ട് ഇതേ കണക്ക് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാനായിട്ട് സാധിക്കും. ലൈക്ക് ഇവിടെ ജസ്റ്റ് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഉദാഹരണത്തിന് pixabay.com പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൗണ്ട് ഇഫക്ട്സുകൾ SFX സൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്യുക ആൻഡ് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൂഷ് സൗണ്ടൊക്കെ ടൈറ്റിലൊക്കെ വരുന്ന സമയത്ത് കൊടുക്കുന്ന സൗണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ വേണ്ടത് അവിടെ കേഴ്സർ വെക്കുക, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആ പൊസിഷനിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇതിൽ ഓഡിയോ ഉണ്ടല്ലോ, വോളിയം ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ ട്രാക്കിനകത്ത് ഓഡിയോ കാണുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഞാൻ നോക്കിയിട്ട് പറയാം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം.
എനിവേ അത് ഞാൻ നോക്കിയിട്ട് പറയാം, ഗ്രൂപ്പിൽ പറയാം കേട്ടോ. സൗണ്ടിൻ്റെ ഫസ്റ്റ് ലാസ്റ്റൊക്കെ ഫെയ്ഡ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. സൗണ്ടിൻ്റെ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സുകളുണ്ട്, അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വീഡിയോക്കകത്ത് അത്യാവശ്യം, വീഡിയോക്ക് മാത്രമല്ല സ്റ്റില്ലിനകത്തും അത്യാവശ്യം വേണ്ട എഡിറ്റുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്കൊരു സ്റ്റില്ലെടുക്കാം. ഒരു ഫോട്ടോക്കകത്ത് വേണ്ട ബേസിക് എഡിറ്റിങ്ങൾ എങ്ങനെ ചെയ്യാം കൂടെ നോക്കിയിട്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ന്യൂ ഡിസൈൻ തൽക്കാലം മതി. പേജ് ഫോട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോക്ക് നമുക്ക് വേണ്ട അത്യാവശ്യം എഡിറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചോളൂ. സംതിങ് ലൈക്ക് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നു. നമുക്കിത് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് ഫിക്സ് ചെയ്യേണ്ടത്. ദാറ്റ്സ് വൈ വി ക്യാൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കില്ല. ഇനി എഡിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട ബേസിക് എഡിറ്റുകൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കൂട്ടുകയോ കുറയ്ക്കുകയോ, ഏകദേശം ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ലൈറ്റ് റൂമിൽ അല്ലെങ്കിൽ ക്യാമറ റോയിൽ നിങ്ങൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ബ്രൈറ്റ്നെസ് കൂട്ടുക, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ഹൈലൈറ്റ് കുറയ്ക്കുക ഒരു കൂട്ടുക, ഷാഡോസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ വൈറ്റ് ബ്ലാക്ക് കളർ ഇൻവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ വൈബ്രൻസ് സാച്ചുറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇൻഡിവിജ്വൽ കളർ എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കളർ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ സ്കിൻ ടോൺ സെലക്ട് ചെയ്തു, സ്കിൻ ടോണിനകത്ത് കളർ ചേഞ്ചസ് കൊണ്ടുവരാം, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രൈറ്റ്നെസ് കൂട്ടാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എഡിറ്റ്സുകളെല്ലാം ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇമേജിൻ്റെ ഷാർപ്പ്നെസ് കൂട്ടുക, ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, വിഗ്നറ്റ് ഇഫക്റ്റ് കൊടുക്കുക. ഇങ്ങനെ ബേസിക് ആയിട്ട് ഒരു ഇമേജിന് വേണ്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് ഓട്ടോ അഡ്ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് കട്ടൊന്നും ചെയ്യുന്നില്ല, കട്ട് ചെയ്യാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിനകത്തും സബ്ജക്റ്റിനകത്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡിറ്റുകൾ കൊണ്ടുവരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം റീഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിനകത്ത് മാത്രം നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്യാവശ്യം വേണ്ട എഡിറ്റുകൾ, ഫോട്ടോ എഡിറ്റുകളും നിങ്ങൾക്ക് ക്യാൻവക്കകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് മാജിക് എറേസർ ഉണ്ട്. ഇത് വെച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇമേജിനകത്തുള്ള സാധനങ്ങൾ, സംഭവങ്ങൾ എറേസ് ചെയ്ത് കളയാം. പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ പോലത്തെ ബേസിക് ആയിട്ടുള്ള റീടച്ചിന് വേണ്ട ചെറിയ കാര്യങ്ങൾ, പൊടിക്കൈകളൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാം. ഇമേജിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ക്ലിക്ക് ഓപ്ഷൻ വെച്ചിട്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടോ, ഈ സാധനം വെച്ച് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, എറേസ് ചെയ്യണമെങ്കിൽ എറേസ് ചെയ്യാം. ബട്ട് ഇത്രയും വലിയൊരു സാധനം എറേസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ അത് വിടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷാഡോ കൊടുക്കാൻ ലൈക്ക് ഇതിൽ കുറേ അധികം മാജിക് സ്റ്റുഡിയോക്കകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് ചെയ്ത് സോറി മാജിക് ക്രാപ്പ് ആണ്. ഇറ്റ്സ് ടേക്കിംഗ് ടൈം. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റിന് ഇഫക്റ്റ് കൊടുക്കുന്നത്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അത്യാവശ്യം എഡിറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഫിൽറ്റേഴ്സ്,
പ്രീസെറ്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. വേണ്ട രീതിയിലുള്ള പ്രീസെറ്റുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇഫക്ട്സ്, ബ്ലർ പോലത്തെ സ്പെഷ്യൽ ഇഫക്ട്സുകൾ ആഡ് ചെയ്യാം, ഫേസ് റീടച്ച് ചെയ്യാം. ഇങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇതിനകത്ത് ഇപ്പോൾ കറൻ്റ്ലി ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്പുകളുണ്ട്. അതുപയോഗിച്ചും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ആപ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആപ്പിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ടെക്സ്റ്റ് ടു സ്പീച്ച്, AI പവേർഡ് ആയിട്ടുള്ള ലോഗോ മേക്കർ, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലോഗോ മേക്കർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് സാധനമാണ് വേണ്ടത്, നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്തു തരും. അപ്പോൾ അതുപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട ലോഗോസോ കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അഗെയിൻ ആപ്പ് സ്റ്റോറിൽ പിന്നെ ടൈപ്പിന് ഷാഡോ കൊടുക്കുന്നത്, ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത്, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇതിൽ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ എഫക്ട്സിൽ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, അപ്പം അതിനകത്തുള്ള ലെറ്റേഴ്സിനകത്തും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്തും നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതല്ലാതെ ഇപ്പം ഇതുപോലത്തെയൊക്കെ ലെറ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം, കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് സെലക്ട്, ആഡ് ടു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈനിലേക്ക് അത് ആഡ് ആയിക്കോളും. സി, സ്പെഷ്യൽ ഇഫക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ആഡ് ചെയ്യാം. ഇനി ഇതിലെന്തെങ്കിലും എഡിറ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വേണ്ട മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്ഡേറ്റ് എലിമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് എലിമെൻറ്റ്സ് ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. വീഡിയോ, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നത്, ഫോട്ടോക്കകത്തുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി വിസിറ്റിംഗ് കാർഡ്, വിസിറ്റിംഗ് കാർഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ബിസിനസ് കാർഡ് സെലക്ട്, സോറി ടെംപ്ലേറ്റിലല്ല സെർച്ച് ചെയ്തത് കേട്ടോ, പ്രോജക്റ്റിലാണ് സെർച്ച് ചെയ്തത്. ഇവിടെ ഇത്രയും വെറൈറ്റി ഓഫ് ബിസിനസ് കാർഡ് ഹൊറിസോണ്ടലും വേർട്ടിക്കലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്ലാങ്കിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ലോഗോ, വെഡ്ഡിങ് കോഡ്സ് ക്യാൻവയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയാം. വെഡ്ഡിങ് കോഡ്സ്, വെഡ്ഡിങ് കോഡ്സുകൾ അതിലിപ്പോൾ എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചൊന്നുമില്ല. കോഡ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ChatGPT ഏതെങ്കിലും ഉപയോഗിക്കാം. അത് ഡോക്യുമെൻ്റ് കാറ്റഗറിയിലാണ്. ആ കോഡ്സ് അല്ല ഉദ്ദേശിച്ചത്. ക്ലയൻറ്റിനുള്ള കൊട്ടേഷൻസ്, ബില്ല്, അതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ വൗച്ചേഴ്സ് അല്ലെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് കൊട്ടേഷൻ എന്താ പറയുക, എസ്റ്റിമേറ്റ്, അതല്ല ഉദ്ദേശിച്ചത്. എസ്റ്റിമേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ഏത് ടെംപ്ലേറ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ദർ ഇസ് നോ ലിമിറ്റേഷൻസ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതുണ്ട്. ടു ഡു ലിസ്റ്റ് ലൈക്ക് ദിസ്. ഇവൻറ്റ് പ്ലാനുകൾ, വട്ടെവർ എന്താണോ നിങ്ങളുടെ ക്രൈറ്റീരിയ, അങ്ങനത്തെ എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിലെ എല്ലാ സാധനങ്ങളും പ്രിൻ്റ് അടിക്കുന്നതിന് ക്വാളിറ്റി ലോസോ അല്ലെങ്കിൽ അങ്ങനത്തെ റെസൊല്യൂഷൻ ഇഷ്യൂസോ ഒന്നും വരില്ല. ഇനി അങ്ങനെ തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് റെസൊല്യൂഷൻ സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ
നിങ്ങൾക്ക് അതിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ട് കൂട്ടി വെച്ചാൽ മതി. പിന്നെ പ്രിൻറ്റിന് തയ്യാറാക്കുമ്പോൾ ഓഫ് കോഴ്സ് A4 A3 സൈസുകളിൽ സെലക്ട് ചെയ്യാൻ നോക്കുക. A4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ A4ലുള്ള സാധനങ്ങൾ തന്നെ കിട്ടും. ഇനി മെനൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, വൺസ് ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വൺസ് നിങ്ങൾ അത് നമ്മുടെ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് എടുക്കാൻ നോക്കുക കേട്ടോ. PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്തത് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെക്കുക. അതിനകത്തുനിന്ന് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ നോക്കുക. ഡിസൈനിനകത്തുനിന്ന് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഡിസൈനകത്ത് എടുക്കുമ്പോൾ പിന്നെ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാനും മറ്റൊക്കെ ബുദ്ധിമുട്ടാവും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? Any other doubts? നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നവർക്ക് അങ്ങനെ ചോദിക്കാം, അല്ലാത്തവർക്ക് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, പ്രസന്റേഷൻ ഈസ് ലൈക്ക് വെരി സിമ്പിൾ. അഗൈൻ ടെംപ്ലേറ്റ്സിൽ വരിക, പ്രസന്റേഷൻ. ഇതൊക്കെ മാറ്ററൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കണം കേട്ടോ. എന്ത് കൈൻഡ് ഓഫ് മാറ്ററാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. എത്ര പേജാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫി, ഞാൻ ഈ ഫോട്ടോഗ്രാഫി പറയുന്നതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഏറ്റവും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ടാണ്. ഫോട്ടോഗ്രാഫി പ്രസൻറ്റേഷൻ, ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറേ അധികം എന്താ പറയുക പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ഫോട്ടോഗ്രാഫി ക്ലാസ്സിനുള്ളത്, ഫോട്ടോഗ്രാഫി നിങ്ങളെ പോർട്ട്ഫോളിയോ പ്രസൻറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഏതാണോ വേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ പേജസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അനിമേറ്റഡ് ആയിട്ടുള്ളതും അനിമേഷൻ ഇല്ലാത്തതും ഒക്കെ കാണാൻ പറ്റും. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രസൻറ്റേഷൻ റെഡിയാക്കുന്ന സമയത്ത് അനിമേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൺ ക്ലിക്ക് അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ PPT ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് 1 by 1 ആയിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു സ്പീക്കറോ അല്ലെങ്കിൽ നിങ്ങളൊരു ബോർഡ് മീറ്റിങ്ങിലൊക്കെ പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ 1 by 1 ആയിട്ടായിരിക്കും അത് എല്ലാം ഒരുമിച്ച് അത് ചെയ്യേണ്ടി വരില്ല. അപ്പം ആ സമയത്ത് ഇപ്പം കുറേ അധികം പോയിന്റ്സുകൾ ഉണ്ടെന്ന് വെച്ചോളൂ. ഇപ്പോൾ point 1, point 2, ലൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വരേണ്ടത്. അപ്പോൾ അനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്പിയർ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റേഷൻ പ്ലേ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് പ്ലേ കൊടുക്കുന്നത്, ഫുൾ സ്ക്രീനിൽ വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ അനിമേഷൻ വരത്തുള്ളൂ. ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ അനിമേഷൻ വരുള്ളൂ. ഓക്കെ, സോ അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്പനി ബ്രാൻഡ് PPT, ഡെഫിനറ്റ്ലി, വൈ നോട്ട്. കമ്പനി ബ്രാൻഡ് PPT പ്രിപ്പയർ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഞാൻ ഒരുവിധം കണ്ടിട്ടുള്ള പ്രസൻറ്റേഷനിലെല്ലാം ക്യാൻവ ഉപയോഗിച്ചാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പല വെബിനാർസിലും പല മീറ്റിങ്ങുകളിലൊക്കെ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ഈ ക്യാൻവ പ്രസൻറ്റേഷൻ തന്നെയാണ്. കാരണം അത്രയും വെറൈറ്റി ഓഫ് പ്രസൻറ്റേഷൻസ് ഇതിനകത്തുണ്ട്. ഞാൻ ഉപയോഗിച്ചത് എൻ്റെ അതിനകത്ത് വളരെ കുറച്ച് സാധനം മാത്രമേ ഞാൻ ആദ്യകാലങ്ങളിൽ ക്യാൻവ ഉപയോഗിക്കുന്നതിന് മുമ്പ് അന്ന് ഞാൻ ഫോട്ടോഷോപ്പ് വെച്ചിട്ടായിരുന്നു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്കിൻ്റെ തന്നെ ഒരു കീനോട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ എല്ലാ പ്രസൻറ്റേഷൻസും ഞാൻ ഉപയോഗിക്കുന്നത് ക്യാൻവ മാത്രമാണ്. കാര്യം ക്യാൻവയിൽ നമുക്ക് അതിന് മാത്രം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കീനോട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ആ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം.
first we need to upload the file into Canva from laptop and then we need to work. Yeah, നിങ്ങളുടെ ഓൺ ഫയൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ വെച്ചിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാം. അല്ല നിങ്ങൾക്ക് അതത് സമയത്ത് മാത്രം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പ്രോസസ്സ് നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് കൊടുത്തിട്ട് അതത് സമയത്ത് അപ്ലോഡ് ചെയ്താൽ മതി. എങ്ങനെയും ചെയ്യാം, ആസ് യു വിഷ്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് ചെയ്യാം. നിങ്ങളുടെ ഒരു കമ്പനി ബ്രാൻഡ് ആണെങ്കിൽ, ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ ലോഗോസ്, അതുപോലെ തന്നെ ബാക്കി ലെറ്റർ ഹെഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കളർ തീം എല്ലാം അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറെ കൂടെ ഈസി ആയിരിക്കും. ഇനി നിങ്ങളൊരു ഡിസൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കളർ തീമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, കളർ പാലറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന്ന് എടുത്തിട്ട് ഇവിടെ അപ്ലൈ കളർ ടു ദിസ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ലോഗോ ഒക്കെ നിങ്ങൾ പുറത്തുനിന്ന് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കളർ തീം ഉണ്ടാവും. സോ അത് നിങ്ങളുടെ ഡിസൈനിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കളർ തീം എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി അറിയാത്തവർക്ക് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ പാലറ്റ് എന്ന് കിട്ടും. കളർ പാലറ്റ്. ഓക്കെ, ഇതുപോലത്തെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതുപോലത്തെ ഒരു കളർ പാലറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സപ്പോസ് നമുക്കിത് എടുക്കാം. ജസ്റ്റ് ഇതൊന്ന് കോപ്പി ഇമേജ് കൊടുക്കാം, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനത് ഗൂഗിളിൽ നിന്ന് എടുത്തുകൊണ്ടായിട്ടോ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കോപ്പി പേസ്റ്റ് കൊടുക്കുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ കളർ ടു പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. കളേഴ്സ് ടു ദ പേജ്. അപ്പോൾ ഇതിനകത്തുള്ള കളേഴ്സ് ഇതിൽ യൂസായി. എവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേപോലെ തന്നെ കളർ തീം ഇവിടെ അപ്ലൈ ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഡിസൈനിൽ വന്ന് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കളർ തീം ഇവിടെ കാണാം. ഇത് ഷഫിൾ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സി, അപ്പോൾ ആ ഒരു നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളേഴ്സ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് എൻറ്റയർ നിങ്ങളുടെ പ്രോസസ്സിനകത്ത് നിങ്ങളുടെ കളർ സ്കീമും ബാക്കി എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് പോകാൻ ക്യാൻവ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് എവിടെയും അതിൻ്റെ ലോസ് വരില്ല. ഇനിയിപ്പം നിങ്ങൾ വേറൊരാളുടെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് അതേ കളർ തീമും കാര്യങ്ങളും വേണം, അതേ ഡിസൈൻ ഒരിക്കലും എടുക്കരുത്, അതേ കളർ തീമും കാര്യം വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേ സാധനം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആ ഡിസൈൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. യൂസ് കളേഴ്സ് ഇതിനകത്ത്. സപ്പോസ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ ഡിസൈനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് അപ്ലൈ കളേഴ്സ്. സിമ്പിൾ. പക്ഷെ ഫോണ്ട് എടുക്കാൻ ഇതിനകത്ത് പറ്റില്ല, ഡിസൈനകത്ത് എടുക്കാൻ പറ്റില്ല, കളർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. യാ, എനി അതർ ഡൗട്ട്സ്, എനി അതർ ക്വയറീസ്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇല്ല, ഏതാണ്? ഓ, ഡെഫിനറ്റ്ലി ചെയ്യാലോ. എന്തും റീപ്ലേസ് ചെയ്യാം. ഇതിനകത്ത് എഡിറ്റബിൾ ആണെങ്കിൽ എന്തും റീപ്ലേസ് ചെയ്യാം. ലൈക്ക് ടെംപ്ലേറ്റ്സിലെ വീഡിയോ അല്ലേ, സപ്പോസ് ഇതാണെന്ന് വിചാരിച്ചോ, അങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചേ. ഇതിൽ വരാം, ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ട വേറെ വീഡിയോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവൻ ദോ വീഡിയോയുടെ ഇതുവരെ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. എന്താ പറയാ, ലൈക്ക് ദിസ് വേ ഡ്യൂറേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ഓൾ. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡ് വരും. ഈ എൻഡിൽ ആ ഡ്യൂറേഷൻ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യാ, എനി അതർ ഡൗട്ട്സ്?
സോ ഇതിൻ്റെ റെക്കോർഡ് നാളെ ആയിരിക്കും അവൈലബിൾ ആവുക. അതുപോലെ തന്നെ നാളെയാണ് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളും കൂടെ ആക്ടിവേറ്റ് ചെയ്ത് തരാം. ഐ മീൻ ഞാനൊരു എന്താ പറയുക, ഒരു ഫോം ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഇതിനകത്ത് നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾക്ക് ക്യാൻവ ആക്ടിവേറ്റ് ചെയ്ത് തരേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അയച്ചു തരാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഐസ്ക്രീമിൻ്റെ പോസ്റ്റർ ലാപ്പിൽ നിന്നും ഒരു പിക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കാമോ? യാ, വൈ നോട്ട്. ലാപ്പിൽ നിന്നോ അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റോ ഒക്കെ ചെയ്യാം. ഐസ്ക്രീമിൻ്റെ പോസ്റ്റർ ഐസ്ക്രീമിൻ്റെ പോസ്റ്ററൊക്കെ സത്യത്തിൽ വേറെ എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട് തോന്നുന്നു എനിക്ക്. ഇല്ല. ഓക്കെ, നമുക്ക് ലാപ്പിൽ പിക്ചറൊന്നുമില്ല, നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നെറ്റിൽ നിന്ന് പടങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പിക്സൽസ് ഉപയോഗിക്കാം. പിക്സൽസ് ഇതിനകത്തൊന്നും കിട്ടും കേട്ടോ നിങ്ങൾക്ക്. പിക്സൽസ് എന്നുള്ള പടങ്ങൾ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. പിക്സൽസ്. ഓക്കെ, ഏത് പടം വേണ്ടത്? ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യാ, കൂൾ. അംബർലൈൻ്റെ ഒരു പടം. നേരെ വരിക, ഡിസൈൻ, യാ, അപ്ലോഡ് കൊടുക്കാം. അപ്ലോഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഈസി ആയിട്ട് പറ്റും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ മൊബൈലിനാണെങ്കിൽ മൊബൈലിൽ ആവശ്യമുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഗാലറി പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോർട്ട്ഫോളിയോ ആനിമേഷൻ ടെംപ്ലേറ്റ് കംപ്ലീറ്റ് റീ എഡിറ്റ് ചെയ്യാം. ഇതിനകത്തുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ക്യാൻവക്കകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇമേജ് പോയിട്ട് സപ്പോസ് ലൈക്ക് ഇതിൽ പോയിട്ട് ഈ സാധനങ്ങൾ എടുത്ത് അനിമേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇത് ഒരു ഇമേജാണ്, സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടൈം ഒരുപാട് വൈകിപ്പോയല്ലേ, ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്രൂപ്പിനകത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ മുതലായിരിക്കും ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക. കുറച്ച് പേര് കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. നമ്മളുടെ ചാറ്റിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ജോയിനിങ് ലിങ്ക്. സോ അത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. And that's all. Good night and goodbye.